ഇല്ല. എൻ്റെ അനിയത്തിയുടെ കാര്യം എനിക്ക് ശരിയാക്കി തരണം. അതൊന്ന് മാത്രം എനിക്ക് മതി. ചേച്ചി ഒരു ക്യാഷ് ചലഞ്ചിൽ പങ്കെടുക്കുന്നുണ്ടോ? അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ക്യാഷ് ചലഞ്ചിൽ പങ്കെടുക്കാം. ഉണ്ടോ? എന്റെ പേര് ഇൻസ്റ്റാഗ്രാമിൽ അൽഫുട്ടി സുരേൻ എന്നാണ്. അത് നോക്കാമോ? എന്നെ കണ്ടിട്ടുണ്ടോ? മൊബൈലിലുണ്ട്. ഓക്കെ. അപ്പൊ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നില്ല, ഓപ്പൺ അല്ല. അപ്പൊ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് പറ്റി? പൈസ കിട്ടാൻ ഇപ്പൊ അത്യാവശ്യമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനി ഒരു ഓപ്പറേഷൻ കൂടെ ഉണ്ട്. എന്തിന്റെയാണ്? ഹാർട്ടിന്റെ മുമ്പിൽ വന്നത് എന്റെ ദൈവം എത്തിച്ചതാ. ചേച്ചി ഇതൊരു ക്യാഷ് ചലഞ്ച് ആണ്. നമുക്ക് വേറെ സ്പോൺസർ തരുന്നതാണ്. എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 50 എടുത്ത് എണ്ണാം. ഐഡിയലിന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 എടുത്ത് എണ്ണാം. അതാണ് ചലഞ്ച്. 30 സെക്കൻഡിനകത്ത് എത്ര വേണോ പൈസ എടുത്ത് എണ്ണാം. ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ 50 എടുത്ത് എണ്ണാൻ പറ്റും. അപ്പം ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ ഈ 100ന്റെ തരാം. ആ ചേച്ചി 100 30 സെക്കൻഡിനകത്ത് 100 എണ്ണി എടുത്തോളൂ. എത്രന്ന് വെച്ചാ? എന്റെ പേര് വർഷ, കൊല്ലത്താണ്. ഓക്കെ, സ്റ്റോപ്പ്. മാക്സിമം എണ്ണി എടുത്തിട്ടുണ്ട്. ഓക്കെ, സന്തോഷായ? കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന? എപ്പോഴും കാണണം. ആ, നിങ്ങൾ എനിക്കില്ല. ശരി, വാ. ഞാൻ ഇവിടെ കൊണ്ടെത്തിച്ചത് ദൈവമാണ്. ഇത് ചേച്ചി വെച്ചു. ഇത് എന്റെ കയ്യിൽ നിന്നുള്ള പൈസയാണ്. ഇപ്പൊ എവിടെ പോയി? എന്റെ ഏറ്റവും വരുന്നത് പാമ്പർ മേടിക്കാനായിട്ട് അനിയത്തി. പാമ്പേഴ്സ് കെട്ടിക്കൊടുക്കണം. എനിക്ക് പോവാൻ പറ്റൂലല്ലേ, പൊട്ടി കിടക്കാണ്. അപ്പൊ പാമ്പേഴ്സ് മേടിക്കാൻ വേണ്ടി പോയിട്ട് വരായിരുന്നു. അപ്പൊ അതിനുള്ള പൈസ ആയ ഇപ്പൊ ചോറ് കൊടുക്കണോ? വാരി കൊടുക്കണോ അനിയത്തിക്ക? വേറെ ആരും ഇല്ല ഇവിടെ കൂട്ടിന്? സത്യം പറഞ്ഞ ആ ചേച്ചി അവിടെ ഒരു പാമ്പേഴ്സ് മേടിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോ ഇവരെ കയ്യിൽ പൈസ തികഞ്ഞില്ല. അപ്പൊ ഇവരിങ്ങനെ വാങ്ങാൻ വേണം, അനിയത്തിക്ക് കൊണ്ട് ഇട്ട് കൊടുക്കാൻ വേണം പാമ്പേഴ്സ്. അതിനുള്ള പൈസ തികഞ്ഞൊന്ന് വിഷമിച്ചിരുന്ന സമയത്താണ് ഇവരിങ്ങനെ പോണുണ്ട്. അപ്പോഴാണ് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ചെയ്തത്. ഇപ്പൊ അവർക്ക് ഹാപ്പി ആയി.